ഇതാണ് എൻ്റെ വീടിനോട് ചേർന്നുള്ള 17 സെൻറ്റ് സ്ഥലം. എല്ലാം കല്ലിട്ടിട്ടുണ്ട്. ഇവിടെ ഇനിയും കെട്ടി മറയ്ക്കും ഞങ്ങൾ താമസിയാതെ തന്നെ. പിന്നെ ഇവിടെ കുറേ അവന്മാരാണ് വന്നിരുന്നിട്ട്, ഇതാണ് സദാനന്ദ മന്ദിരത്തിലെ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീട്. ഇവിടെ കുറേ ആണുങ്ങളെ കയറ്റി വെച്ചേച്ച് നമ്മുടെ വീട്ടിൽ ആണുങ്ങൾ വരിക എന്ന് പറഞ്ഞുണ്ടാക്കുക. ഇങ്ങനെ പല പല വേലകളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാം അവിടെ കുറേ ബൈക്കൊക്കെ ഇരിക്കുന്നത് കണ്ടല്ലോ. ഇവിടെ ഇവന്മാരുടെയാണ് ബൈക്കും സ്കൂട്ടിയും ബൈക്കും ഒക്കെ ഇരിക്കുന്നത്. നമ്മുടെ വീട്ടിലല്ല, നമ്മുടെ വീട്ടിലാണെന്ന് പറയുക. അവന്മാരുടെ വീട്ടിൽ ഇവൻ സദാനന്ദ മന്ദിരത്തിക്കാരനാണ് ഇത് വന്നേക്കുന്നത്. അവരവരുടെ വീട്ടിൽ വരുന്നവർ അവരവരുടെ വീട്ടിൽ അങ്ങ് വന്നെന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ കണ്ട എന്നെക്കുറിച്ച് കഥകളൊന്നും ഉണ്ടാക്കണ്ട. പിന്നെ ഒരുത്തനിങ്ങനെ ഒരുത്തിയെ കയറ്റി വെച്ചിട്ടുണ്ട് ഒരു ഇത്. അപ്പം ഇവിടെ നമുക്ക് അതിരൊക്കെ ഉണ്ട് 17 സെൻറ്റിന്. നമ്മുടെ വീട് നിൽക്കുന്ന 9 സെൻറ്റും ഇത് 17 സെൻറ്റുമായിട്ട് കറക്റ്റായിട്ട് എല്ലാ അതിൽ തിരിച്ചിട്ടുണ്ട്. ഇത് ഉടനെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കമ്പി കൂടെ വാങ്ങിച്ച് ഈ ഷീറ്റ് കാണാത്ത രീതിയിൽ ഇവൻ നമ്മളെ ചീത്ത വിളിക്കുകയാണ്. അപ്പം നമുക്കിവിടെ വരെയും വരാനുള്ള ഇതുണ്ട് കണ്ടല്ലോ. ഇവൻ നമ്മളെ ചീത്ത വിളിക്കുക. അവൻ്റെ പുളി അവിടെ നിൽക്കുന്നത് കണ്ടോ. നമ്മുടെ കല്ലിവിടെ നമ്മളിവിടെ നിൽക്കുന്നുണ്ട്. അവൻ്റെ പുളിച്ചോട്ടി നിൽക്കുന്ന പോലും ഭയങ്കര രോഗം. അവന് എന്തൊക്കെയോ തോന്നലുകളാണ്. അവൻ്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ ദീപായസ് പണിക്കറിൻ്റെ കൂടെ 2 ആണുങ്ങൾ ഇരിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. അങ്ങനെ പല പല വേലകളുമായിട്ട് അവൻ്റെ നടപ്പ്. ഒരു ജോലിയില്ല ഇവന്. ഇങ്ങനെ കുറേ ഡ്രാമ ഉണ്ടാക്കി ഇങ്ങനെ നടക്കുക ജോലി. നമ്മൾ നമ്മുടെ വീട്ടിലിരിക്കും, നമ്മുടെ കാര്യം നോക്കുന്നു. ഇങ്ങനെ കുറേ അവന്മാർ കഥകളെല്ലാം ഇങ്ങനെ ഉണ്ടാക്കുക. ഓരോരുത്തന് ഇങ്ങനെ പല അവന്മാരെ ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുക. ഒത്തിരി അവന്മാരുണ്ട് അവിടെ പണിക്ക് വരുന്ന അവന്മാർ നമ്മുടെ വീട്ടിൽ വരുന്നതാണോ? നമ്മുടെ വീട്ടിൽ ഇതുണ്ട്, ഇതെല്ലാം മറച്ചു കെട്ടി വെച്ചിരിക്കുക. നമ്മുടെ വീട്ടിലോട്ടങ്ങും ഒരവനും കയറേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിലെങ്ങും ഒരവനോട്ട് കയറ്റത്തുമില്ല. നമ്മൾ പറഞ്ഞു കേട്ടല്ലോ എൻ്റെ അമ്മ പറഞ്ഞത്. ഇങ്ങനെ അങ്ങ് കഥകളുണ്ടാക്കുക, പല പല കഥകൾ. രാവിലെ അങ്ങ് തുടങ്ങും കഥ. ഞാനും എൻ്റെ അമ്മയേ ഉള്ളൂ ഇവിടെ. കണ്ടു, ഇതാണ് ഞങ്ങളുടെ വീട്. കണ്ടോ ഞങ്ങളുടെ ഇവിടെ ഈ അറുവാനേ ഉള്ളൂ. അല്ലാതെ വണ്ടിയും സ്കൂട്ടിയൊന്നുമില്ല. നമ്മളെന്താ വാങ്ങിച്ചാലും പിന്നെ പറയും. ഇവിടെ ഇതാണ് എൻ്റെ വീട്. റോഡിൻ്റെ വടക്ക് വശം കിഴക്കോട്ട് പോകുമ്പം മേഫെയറിൽ നിന്ന് കിഴക്കോട്ടുള്ള റോഡ് വരുമ്പം വടക്കേ സൈഡിലാണ് എൻ്റെ വീട്. കണ്ടല്ലോ, ഇതാണ് എൻ്റെ പാർട്ട്ണർ. മുക്കും ഗുജറാണ്, വേറെ ആരുമല്ല. വേറെ ആരും ഇവിടെ ഒന്നുമില്ല. ഓ മുരിങ്ങയല്ല. ആ ഇവിടെ ഞാനും എൻ്റെ അമ്മയേ ഉള്ളൂ. കണ്ടല്ലോ, ആണ് ഞങ്ങളുടെ വീട്.